അത് രാവിലെ എണിച്ചിട്ട് ആലുവയിൽ നിന്ന് കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്. വേറൊന്നുമല്ല, ഒന്ന് ബാംഗ്ലൂർ വരെ പോകണം, പിന്നെ ബോംബെയിലും പോകണം. എൻ്റെ കൂടെയുള്ള 2 പേര് പണ്ടെങ്ങാണ്ട് പ്ലെയിനിൽ കയറിയതാണ്. അപ്പോൾ അവർക്ക് പ്ലെയിനിൽ കയറണമെന്നുള്ള ആഗ്രഹം കാരണം മാത്രം ഇപ്പോൾ യാത്ര നടത്തിയതാണ്. ആദ്യം ബാംഗ്ലൂർക്ക്, പിന്നെ ബോംബെ. അപ്പോൾ രാത്രി ഞങ്ങൾ എത്തി, 1 മണിയായപ്പോഴേക്കും കൊച്ചിൻ എയർപോർട്ടിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. പ്ലെയിനിലേക്ക് കയറി. ഇൻഡിഗോയുടെ ഫ്ലൈറ്റായിരുന്നു. ഫ്ലൈറ്റ് അത്യാവശ്യം നല്ല ഫ്ലൈറ്റാണ്. എയർ ഇന്ത്യ പോലെ തന്നെ, എയർ ഇന്ത്യ നല്ല ഫ്ലൈറ്റാണ്. അതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ പരിശോധിക്കുകയാണ് ചിലർ. എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കൗതുകം കാരണമായിരിക്കാം. അങ്ങനെ പലതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോകുന്ന വഴിക്ക് ചക്രവാളം ചുവന്നു തുടങ്ങി, അതായത് രാവിലെ ആയി തുടങ്ങി നടത്തം. അപ്പോൾ ഡോൺ പൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ബാത്റൂം കാണാൻ വേണ്ടി ചിലർ പോകുന്നുണ്ട്. വെറുതെ ബാത്റൂം കാണാൻ വേണ്ടി മാത്രം അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നു. അതിൻ്റെ വേറൊരാൾ കാണാൻ വേണ്ടി പോയപ്പോൾ അവരവിടെ നിന്ന് ബാക്കിലേക്ക് പോകാൻ പറഞ്ഞാൽ അവർ ബാക്കിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ പല കാര്യങ്ങളും. ആദ്യമായിട്ട് ഫ്ലൈറ്റ് പോകുമ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. നമ്മൾ കയറുമ്പോൾ എല്ലാം കാണണമല്ലോ, ഫ്ലൈറ്റിൻ്റെ ഉൾവശവും ബാത്റൂം എങ്ങനെയാണെന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ പോയ ആളൊക്കെ തിരിച്ചു വരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇൻഡിഗോയിൽ പക്ഷേ നമുക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല. ഭക്ഷണം ഇപ്പോൾ ഫ്രീ ഫുഡ് എവിടെ ഇല്ലല്ലോ. പക്ഷേ ബഡ്ജറ്റ് എയർലൈൻസ് കാരണം ബഡ്ജറ്റിൽ പോകാമെന്ന് മാത്രം ഒരു 3500-4000 രൂപയുടെ അടുത്ത്. അത് ഇപ്പോൾ കൂടുതലാണ്. ചില സമയത്ത് 1500 വരെ ഞാൻ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ രാവിലെ ആയിക്കൊണ്ടിരിക്കുകയാണ് എത്തിയപ്പോഴേക്കും. അപ്പോൾ അടിയിലേക്ക് കാണുന്ന കാഴ്ചയാണ്. നഗരം പയ്യെ ഉണർന്നു തുടങ്ങി. കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു. പിന്നെ അവിടെ നിന്നൊരു ബസ്സിൽ അവിടെ നിന്ന് 1 മണിക്കൂർ എടുക്കും. ബ്രിഗേഡ് റോഡിലേക്കാണ് പോണത്. അവിടെ ഒരു റൂം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് ചിലർ ഉറക്കമായി. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നിപ്പോൾ ചെറുതായൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇവിടെ രാവിലെ വന്ന് ഇറങ്ങിയുള്ളൂ. ഇവിടെ നിന്ന് കയറിയിട്ട് വേറെ കുറേ 2-3 സ്ഥലങ്ങൾ പോകാനുണ്ട്. മ്യൂസിയം കാണുന്നുണ്ട്. ആദ്യം ഇവിടെ തുടങ്ങാം. ലാൽബാഗ് ഇത് സുൽത്താൻ ഹൈദരാലി തുടങ്ങിയ ഒരു സംഭവമാണ്. റെഡ് ഗാർഡൻ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. ലാൽ എന്ന് വെച്ചാൽ റെഡാണല്ലോ. അപ്പോൾ ഇത് ഹൈദരാലി കഴിഞ്ഞിട്ട് പിന്നെ ബ്രിട്ടീഷുകാരും അവരുടെ ഭരണത്തിലും അത് കണ്ട് പിന്നെ ഇന്ത്യയിലേക്കും വന്നു. ഇപ്പോഴും ഇത് സെഞ്ചുറീസ് ഓൾഡായിട്ടുള്ള പ്ലാന്റ്സും ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. 1800 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. 240 ഏക്കറിലാണ് ഇത് മുഴുവൻ പരന്ന് നടക്കുന്നത്. ശരിക്കും ഇത് ബാംഗ്ലൂരിൻ്റെ ഒരു വലിയൊരു അട്രാക്ഷനാണ്. ഇതുവരെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ ടൈമിങ് 9 തൊട്ട് 6 വരെയാണ്. ഒരാൾക്ക് 25 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ് എന്നാണ് പറയുന്നത്. അവിടുന്ന് കയറി നോക്കാം. വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ നിൽക്കാനുള്ള സമയമുണ്ടെന്ന് പറയണം. പിന്നെ 2 സമയത്താണ് ഇവിടുത്തെ ഫ്ലവർ ഷോ വരുന്നത്. ഫസ്റ്റ് റിപ്പബ്ലിക് ഡേക്ക് ഉണ്ടാവും, പിന്നെ 2ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഉണ്ടാവും. അങ്ങനെ 2 ഫ്ലവർ ഷോ ആണ് ഒരു കൊല്ലം ഇവർ നടത്തുന്നത്. ഇതിന് നടുക്കൊരു ഗ്ലാസ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിലാണ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും കയറി കാണേണ്ട ഒരു സംഭവം തന്നെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ബാംഗ്ലൂർ ഇപ്പോൾ കാലാവസ്ഥ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. വലിയ ചൂടൊന്നുമില്ല. ചില സമയത്ത് ചൂടുള്ളതൊക്കെ തോന്നിയിരുന്നു. പക്ഷേ എന്നാലും പൊതുവേ നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആളുകളൊക്കെ ഇവിടെ തന്നെ സ്ഥിരതാമസിക്കൊള്ളാമെന്നൊക്കെ പറയുണ്ടായി. കാരണം ബാംഗ്ലൂർ അവർ ആദ്യമായിട്ടല്ല വന്നത്. പക്ഷെ എന്നാലും കുറച്ച് പ്രായമൊക്കെ ആയിട്ട് വന്ന കാരണം കുഞ്ഞിലെ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ നല്ല കാലാവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്. വഴി കാണിച്ചുകൊണ്ടിരിക്കുന്ന ബോർഡുകൾ കണ്ടു. പിന്നെ ഞങ്ങൾ ആ വഴിക്കൂടെ നടക്കുകയുണ്ടായത്. ശരിക്കും ഒരു നല്ലൊരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ബാംഗ്ലൂർ ഇറ്റ്സെൽഫ് ഈസ് എ ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണല്ലോ. ഫുൾ ഗാർഡനാണ്. എവിടെ പോയാലും പച്ചപ്പാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ബാംഗ്ലൂരിനുണ്ട്. നമുക്ക് ഒരു പൊള്യൂട്ടഡ് ഏരിയ എന്ന് പറയാൻ പറ്റില്ല. പൊല്യൂഷൻ ഇല്ലാത്തൊരു ഏരിയ എന്ന് പറയാം. അത്രയും വാഹനങ്ങളുണ്ടെങ്കിൽ കൂടിയും രസമാണ് ബാംഗ്ലൂർ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ ഒരു വില്ലേജ് എന്ന് ഞാൻ പറയുള്ളൂ. ഒരു പക്ഷേ ഈ ഗ്രീനറി ഉള്ള കാരണമായിരിക്കാം. പിന്നെ റോഡിൻ്റെ ചില സമയത്തെ ശോചനീയാവസ്ഥയും വൃത്തിയില്ലായ്മയും ചില സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ ചില ഏരിയ മാത്രമേ പോഷായിട്ട് കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ നോട്ടത്തിലൊരു വില്ലേജാണ് ബാംഗ്ലൂർ. എൻ്റെ പുണ്യപാദങ്ങളിലൊക്കെ നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഏത് ബൊട്ടാണിക്കൽ ഗാർഡൻ എടുത്താലും ചെടികളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. സോ ഇവിടെ ഞാൻ ആക്ച്വലി വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പണ്ട് വന്നിട്ടുണ്ട്. ഒരു 7-8 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അന്ന് പിന്നെ ഇവർ കൊച്ചു പിള്ളേരായിരുന്നു കൂടെയുള്ള കുട്ടികൾ. ഇന്നിപ്പോൾ ഇവർ കൂടെ പ്ലെയിനിൽ കയറാൻ വേണ്ടി വന്നാലും ബാംഗ്ലൂർ ഒന്നും കാണാൻ പറ്റി. ചെടികൾ എവിടെ കണ്ടാലും നമുക്ക് വിടാൻ പറ്റില്ല. അവരുടെ സൗന്ദര്യം ആസ്വദിച്ചിട്ടല്ലേ പോരാൻ പറ്റുള്ളൂ. പിന്നെ ലോൺ ഏരിയ
ഏക്കർ കണക്കിന് കിടക്കുമല്ലേ, പിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. പലരും ഇവിടെ ജോഗിങ്ങിന് വേണ്ടി വരാറുണ്ട്. ബാംഗ്ലൂരിയൻസിന് ഇവിടെ ഒരു ജോഗിങ് ഏരിയ കൂടിയാണ്. ഈ ഒരു ഏരിയയൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അതായത് ഹൈദരാലിയുടെ കാലത്തും ബ്രിട്ടീഷുകാരെ കൂടി ഉണ്ടാക്കിയതായിരിക്കും. ചെടികളൊക്കെ അവർ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്. ആളുകൾ ഇന്ന് കുറച്ച് കുറവാണ്. ആക്ച്വലി ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആണ് പലർക്കും, അതുകൊണ്ട് തന്നെ കുറവായിരിക്കാം. അപ്പം ഇന്ത്യയിൽ ഇപ്പോഴും ശനിയാഴ്ച വർക്കിംഗ് ഡേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരും എല്ലാ ഓഫീസിലും ശനിയാഴ്ച ഹോളിഡേയ്സ് ആയിരിക്കില്ല. ചെടികൾ അവരുടെ എല്ലാ ഭംഗിയും കാണിച്ച്, അല്ലെങ്കിൽ വൃക്ഷങ്ങളെല്ലാം ഭംഗിയും കാണിച്ചവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പീച്ച് ഡാമിൽ 2 ദിവസം പോയേ ഉള്ളൂ. അവിടെയൊക്കെ പോലത്തെ തന്നെ ഇത്. പക്ഷേ ഇത് ബാംഗ്ലൂർ എന്നൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പച്ച സത്യം. കഴിവതും ഭംഗിയായിട്ട് തന്നെ എല്ലാ സ്ഥലത്തും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ കുറച്ചും പറഞ്ഞു 1800 സ്പീഷീസ് മരങ്ങളും ചെടികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെ ഏതാണെന്നറിയാൻ ഒരു ബോട്ടണിസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ നമുക്കിവിടെ ഭംഗി ആസ്വദിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒരു ലേമാൻ എന്ന നിലയിൽ, ഒരു ബോട്ടണിസ്റ്റ് അല്ലാത്ത കാരണം ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാനുള്ള ഒരു കാര്യമേ എനിക്കുള്ളൂ. പക്ഷേ അതെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ സമ്മാനിക്കുകയാണ്. എല്ലാവർക്കും ഭംഗി ആസ്വദിക്കാനുള്ള കഴിവുണ്ടാവില്ലല്ലോ. അതുണ്ടാക്കേണ്ടത് നമ്മുടെ ലൈഫിന് വളരെ ആവശ്യമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് പ്രകൃതിയെ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇവിടെ കുറേ പൂക്കൾ വീണ് നടക്കണ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മരങ്ങൾ കിടപ്പോൾ നല്ല ഒരു അപൂർവമായ സൗന്ദര്യം ഉള്ളപോലെ തോന്നി. ഇവിടെ ഒരു അണ്ണാൻ കളിച്ച് നിൽക്കുന്നുണ്ട്. അണ്ണാന്മാരുടെ കേളി വിഹാരമാണ് ഈ മരമെല്ലാം. അവർക്കൊക്കെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയ സ്ഥലമാണ്. അവർക്ക് ആളുകളെ പേടിയില്ല, കാരണം സ്ഥിരം കാണുന്നില്ലേ. ഇവിടെ ഒരു തത്ത ഇരിക്കുന്നുണ്ട്. തത്തയും ആളുകളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാരണം തത്തയ്ക്ക് ആൾക്കാരെന്നൊരു വലിയ വിഷയമൊന്നുള്ളതല്ല. ടിപ്പു സുൽത്താൻ്റെ അപ്പനായ ഹൈദരാലി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവമാണ്. 240 ഏക്കറിൽ അന്നത്തെ കാലത്ത് അപൂർവമായിട്ടുള്ള പുഷ്പങ്ങളൊക്കെ നിറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. കാണാൻ ശരിക്കും പറഞ്ഞാൽ അതിമനോഹരം തന്നെയാണ്. അന്നത്തെ കാലത്ത് മുഴുവൻ യുദ്ധമാണല്ലോ. ആരെ കണ്ടാലും യുദ്ധം ചെയ്യുക, രാജ്യം വെട്ടിപ്പിടിക്കുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് വല്ലപ്പോഴും ക്ഷീണിച്ച് തളർന്ന അവശനായിരിക്കുമ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കാം മിക്കവാറും. രാജകുമാർക്ക് അത് ഭയങ്കര അത്യാവശ്യമാണ്. കാരണം എപ്പോഴും മരണഭീതിയും യുദ്ധഭീതിയൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇക്കാലത്ത് ജനാധിപത്യം വരുന്ന കാലത്ത് നമുക്കിത് കണ്ട് ആസ്വദിക്കാനുള്ളൊരു സമയമായി ഒരു സങ്കേതമായിട്ട് ഇത് മാറി എന്നുള്ളതാണ് മറ്റൊരു ചുവന്ന സത്യം. ഈ വൃക്ഷങ്ങൾക്കൊക്കെ എത്രയോ വർഷം പഴക്കമുണ്ടെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിവേ 200-300 വർഷം പഴക്കമുള്ള വൃക്ഷങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ചിലതൊക്കെ മെയിൻ്റനൻസ് അത്യാവശ്യം നന്നായിട്ട് ഇവിടെ ഉണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ വിശാലമായ പുൽപ്പടപ്പുകൾ കാണുന്നത് എനിക്കൊരു വീക്ക്നെസ്സാണ്. കാണുന്നതും അതിൽ നടക്കുന്നതും ആ വീക്കെൻഡ്സ് കാരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഏത് രാജ്യത്ത് പോയാലും കാണാറുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ പല ബൊട്ടാണിക്കൽ ഗാർഡനും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. കാരണം മരങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ചാൽ നമുക്ക് മതിയാവില്ല. ഒരു അറേഞ്ച്മെൻറ്റ് എത്രയോ കൊല്ലം മുമ്പ് ഉണ്ടാക്കിയൊരു ഗാർഡനാണെന്ന് ഓർക്കണം. ഈ ചെടി കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഏതാണ്ടൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ അത് എന്താണ്ടൊക്കെ പോലെ അങ്ങ് പോവുകയാണ്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് പിന്നെയും മടയിലൂടെ അങ്ങ് നടക്കാം. പിന്നെ ഇവിടെ പ്രത്യേകത ഈ പുലിക്കട പോയപ്പോൾ എന്നെ പാമ്പ് കടിച്ചില്ല എന്നുള്ളതാണ്. പിന്നെയും ആ പുണ്യപാദങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് പുൽത്തകിടിയിലൂടെ. അപ്പോൾ ഒരാൾ മുന്നിൽ കിടന്ന് ഓടാൻ തുടങ്ങി. അയാൾക്ക് എവിടെ പോയാലും ഓടണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. ഓടിക്കോട്ടെ. ഈ ഒരു മരത്തിൻ്റെ ഒരു ഡയമീറ്റർ നോക്കുകയാണെങ്കിൽ എത്ര മീറ്റർ ഉണ്ടാവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് അത്രയും ഡയമീറ്റർ എടുക്കാൻ വേണ്ടി എത്ര കൊല്ലം അത് വളർന്നിട്ടുണ്ടാവും, എത്രത്തെ സംഭവങ്ങൾ, എത്ര ആൾക്കാരെ അത് കണ്ടിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഇതൊരു മരമുത്തശ്ശിയായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. പലരും മുത്തശ്ശന്മാരും മുത്തശ്ശികളുമാണ് ഇവിടുത്തെ മരങ്ങൾ പലതും. യുവാക്കളും ഉണ്ട്, പക്ഷെ വളരെ കുറവാണെന്ന് മാത്രം. അത് ഒരു ബുദ്ധൻ്റെ പ്രതിമ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്, ലോകത്ത് എല്ലായിടത്തുള്ളതാണ്. അതായത് വൺ ഓഫ് ദ ഏൻഷ്യൻറ്റ് റിലീജിയൻ ബുദ്ധിസം തന്നെയാണ്. ഇപ്പോൾ കേൾക്കുന്നു ഹിന്ദുസിനേക്കാളും പഴയത് ബുദ്ധിസമാണെന്ന് കേൾക്കുന്നു. നമ്മളിതിവിടെ പോകുമ്പോൾ ഒരു പാറയുള്ള സ്ഥലങ്ങൾ കാണാം. അവിടെ കുറേ ആൾക്കാർക്ക് ഇരിക്കാനും ചെറിയൊരു അമ്പലം പോലെയൊക്കെ ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ നമ്മുടെ ചെറിയ വൃക്ഷങ്ങളുടെ ഒരു ഏരിയ ആണ്. ചെറിയ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അതായത് വർഷങ്ങൾ പഴക്കമുള്ള വൃക്ഷങ്ങൾ ചെറുതായിട്ട് നിർത്തുന്ന അതാണ് ഇത്. നടക്കാൻ പിന്നെയും കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷേ എനിക്കധികം സമയമില്ലാണ്ട് ഇന്ന് തിരിച്ച് പോകണം.
നമ്മളീ കാണുന്നതെല്ലാം അങ്ങനത്തെ വൃക്ഷങ്ങളാണ്. ഇതിൻ്റെ പേര് ബോൺസായി ട്രീസ് എന്നാണ്. അതായത് മര്യാദയ്ക്ക് വളരേണ്ട മരങ്ങളെ അവർ വേരും തണ്ടൊക്കെ വെട്ടി ചെറുതാക്കി ഒരു ആർട്ട് ഫോമാക്കി വളർത്തിയെടുക്കുക, അവരുടെ ജീവിതം മുരടിപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പാവപ്പെട്ട വൃക്ഷങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇത് തുടങ്ങിയത് ജപ്പാനിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇവരിവിടെ ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷനും പ്രത്യേകതയുണ്ട്. അവരുടെ ഇഷ്ടിക, ഉള്ളിൽ ഹോളുള്ള ഇഷ്ടിക വെച്ചിട്ട് വെർട്ടിക്കലാക്കി നിർത്തിയിട്ട് കോൺക്രീറ്റ് നിറച്ച് ഒരു കമ്പിയൊക്കെ ഇട്ട് പോകുന്ന ഒരു സ്ട്രക്ചർ. ഇത് വെച്ചും വാളിങ്ങനെ ഉണ്ടാക്കാം ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ കൺസ്ട്രക്ഷൻ ഒന്ന് നേരിട്ട് കാണാമെന്ന് ഓർത്ത് അത് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ഞാൻ ഇത് പകർത്താനുണ്ടായത്. ഈ ഇഷ്ടികയെ പറ്റി പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇഷ്ടിക കാണുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ കമ്പി ഇട്ടിട്ട് സ്റ്റീലിട്ടിട്ട് കോൺക്രീറ്റ് ഇറച്ചിട്ട് ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കുറച്ച് സമയം എടുക്കും, പക്ഷേ എന്നാലും ഇത് പണിത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നമുക്കിതിനെ ഒന്ന് അടുത്ത് പോയിട്ടൊന്ന് കാണാം എങ്ങനെയാണെന്നൊക്കെ ചെയ്യുന്നുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ മനസ്സിലാവുന്നുണ്ട്. സ്ട്രെങ്ത് ആയിരിക്കും, പക്ഷേ ചിലവ് കൂടും, ലേബർ കൂടും, കുറച്ച് സ്കിൽഡ് വർക്ക് വേണം ഇതിനൊക്കെ, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ റിസൾട്ട് നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെയാണ് അടുത്ത് വരുമ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് ഇതുപോലെ ഒരു ബാരിയറൊക്കെ വെച്ചിട്ട് ബാരിയർ പോലെ മുള കൊണ്ടുണ്ടാക്കിയാണ് ഒരു ബൗണ്ടറി വാൾ കണ്ടു. ഇതെല്ലാം ആർട്ട് ഫോംസ് ആണ്. ചെറിയ ഗാലറി പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുകയാണ്. ബോൺസായി മരങ്ങളും പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് മനോഹരമായ ലാൻഡ്സ്കേപ്പും ഹാർഡ്സ്കേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാം കൂടി ഈ ഒരു ഏരിയ നല്ല രസമുണ്ട്. പിന്നെ അവിടെ നിന്ന് പോയിട്ട് ഗ്ലാസ് ഹൗസിലേക്കാണ്. ഗ്ലാസ് ഹൗസിൽ ഞാൻ പറഞ്ഞ പോലെ റിപ്പബ്ലിക് ഡേ പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയിലായിരിക്കും ഇവർ ഫ്ലവർ ഷോ ഒക്കെ നടത്തുക. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും കാണാനില്ല. ആ ഒരു 2 ദിവസത്തേക്ക് വേണ്ടി ഇവർ ഒരുങ്ങി നിൽക്കുകയാണ് ഈ ഗ്ലാസ് ഹൗസ്. പിന്നെയും നമുക്കിങ്ങനെ പോകുമ്പോൾ മനോഹരമായ പല പല കാര്യങ്ങളും കാണാൻ പറ്റും. മൊത്തത്തിൽ അടിപൊളി സ്ഥലമാണ്. ഗ്ലാസ് ഹൗസിൻ്റെ ഏരിയ തന്നെ നല്ല രസമുണ്ട്. ഇന്ന് ഭാഗ്യത്തിന് മഴയില്ലായിരുന്നു. മഴ പെയ്യുന്നൊക്കെ ഓർത്തു, പക്ഷേ മഴ പെയ്തില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ പോകുമ്പോൾ ഒരു ഫൗണ്ടൻ കണ്ടു. ഫൗണ്ടൻ്റെ അടുത്ത് അധികം ആൾക്കാരില്ല. ആൾക്കാരുണ്ടാവേണ്ടതായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണ്ടാകും തോന്നുന്നു, കാരണം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ ഉണ്ടാവുമായിരിക്കാം. ബാംഗ്ലൂർ പാലസ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് പാർട്ടിയുടെ പാലസാണ്. ഇതിൽ കയറി പോകാനൊക്കെ 250 രൂപ. മൊബൈൽ എടുക്കാനും വേറെ കാശുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കയറി കണ്ടു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതും ഒരു മസ്തി എന്നാണ് പറയുന്നത്. കയറി നോക്കിയിട്ട് പറയാം. മൈസൂർ പാലസ് കണ്ടിട്ടുണ്ട്. മൈസൂർ പാലസിൻ്റെ അവിടെ ഒരു സബ്സിഡറി ആയിട്ടുള്ളൊരു പാലസാണിതെന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. പിന്നെ അവിടെ നിന്ന് വേറൊരാൾ വാങ്ങിച്ചു എന്നിട്ട് ഇപ്പോൾ പുള്ളി പലർക്കും കാണാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ സെറ്റപ്പ് കൊള്ളാം. പുറത്തുനിന്ന് കാണുന്ന എലിവേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു കൊട്ടാരം. നമ്മുടെ സ്റ്റൈലല്ല, കുറച്ച് യൂറോപ്യൻ സ്റ്റൈലുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. യൂറോപ്യൻ സ്റ്റൈൽ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ മുന്നേഷത്ത് വലിയൊരു ഗാർഡനൊക്കെ ഉണ്ട്. ഗാർഡൻ ഏരിയ അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പുറത്തൊരു ഐവി കയറിയിരിക്കുന്ന ആ ഏരിയയും കാണാൻ നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിൽ എലിവേഷൻ കൊള്ളാം. പുറത്തുനിന്ന് കാണുന്നതൊക്കെ അടിപൊളിയാണ്. ബാക്കി ഉള്ളിൽ ചെന്നിട്ട് കാണാം. ബാംഗ്ലൂർ കൊട്ടാരം കണ്ടു. പക്ഷേ ഇതൊരു മസ്തി ആയിട്ടൊന്നും ഞാൻ പറയില്ല. ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ ആണ്. അത് വഡിയാർ എന്ന് പറഞ്ഞ ഒരാൾ കാശ് കൊടുത്ത് വാങ്ങിച്ചെന്നാണ്. അപ്പോൾ അയാൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് 250 രൂപയാണ് നമ്മൾ നെറ്റിൽ കാണുന്നത്. പക്ഷേ ഇപ്പോൾ 300 രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ മെയിൻ്റനൻസ് നടക്കണില്ല. ഈ ക്യാഷ് അങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. വെറുതെ കാശുണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലമാണ്. മെയിൻ്റനൻസും ഇല്ലാത്ത സ്ഥലമാണ്. കഴുതും ഒന്നും കണ്ടില്ല, കാര്യമൊന്നുമില്ല. ഉള്ളിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു, ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പോൾ വന്നാൽ ഇത് മസ്തിയൊന്നുമല്ല, കാണേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. ഇത് നല്ല ടിപ്പു സുൽത്താൻ്റെ സമർ പാലസ് കാണാനായിരിക്കും. ഇതിന് പിന്നെ ഇത് കാണാൻ രസമുള്ള പുറത്തുള്ള തന്നെയാണ്. ഈ ഹൈവേക്ക് വന്ന് കയറിയിരിക്കണം നല്ല രസമുണ്ടാണ്. അങ്ങനെ അല്പം നിരാശയോടുകൂടി തന്നെ ഈ ബാംഗ്ലൂർ പാലസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്നുകൂടെ നെടുവീർപ്പോടുകൂടി ആ കോട്ട നോക്കിക്കണ്ടു. എന്നിട്ട് തിരിച്ച് നടക്കുകയാണുണ്ടായത്. ഈ ചെടികൾ കാണുമ്പോൾ സന്തോഷം കാരണം കുറേ ദുഃഖമൊക്കെ മാറിപ്പോയി. കാരണം ഈ ഒരു കോട്ട കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങോട്ട് ഞാൻ വന്നതെന്ന് ഓർത്തിട്ട്. പിന്നെ ചെടി കാണുമ്പോൾ കുഴപ്പമില്ല എന്നുള്ള ലെവലിലേക്ക് നമ്മളെത്തും. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണിത്. ഇത് ബ്രിഗേഡ് റോഡ് തന്നെയാണ്. ബ്രിഗേഡ് റോഡിൽ തന്നെ ഞങ്ങൾ താമസിച്ചത്. പാട്രിയാർക്ക് ചർച്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട്. ആ പാട്രിയാർക്ക് ചർച്ചിൽ വൈകുന്നേരം ഞങ്ങളിന്ന് കയറി ഒന്നുകൂടെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയിട്ട്
നൈറ്റ് ലൈഫ് ബ്രിഗേഡ് റോഡ് കാണുന്ന നല്ലതാണല്ലോ. അപ്പോൾ ഈ ചർച്ചിൻ്റെ ഉള്ളിൽ ഇതൊരു ഗോത്തിക് സ്റ്റൈലിൽ പണിത് ചർച്ചാണ്. ഇത് ഫേമസ് ചർച്ചാണ് ബ്രിഗേഡ് റോഡിലുള്ള. അപ്പോൾ കാത്തലിക് ചർച്ചാണ്. അപ്പോൾ അവിടെ നിന്ന് കയറി കണ്ടു. ഉള്ളിലേക്കൊന്നും കയറിയില്ല. ഇവിടെ ഇംഗ്ലീഷ് പ്രാർത്ഥന, തമിഴ് പ്രാർത്ഥന, കന്നഡ പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാ ദിവസവും ഇവിടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ആർക്ക് വേണ്ടി എന്തിനാണോ പ്രാർത്ഥിക്കുന്നത് ആർക്കും അറിയില്ല. ഓക്കെ, ഇനി നമ്മൾ ബ്രിഗേഡിലേക്ക് കയറിയാണ്. ഇവിടുത്തെ നൈറ്റ് ലൈഫ് പ്രസിദ്ധമാണ്. ബാംഗ്ലൂരിൻ്റെ ഫുള്ള് വൈബ് കാണണമെങ്കിൽ ഈ റോട്ടിൽ കൂടെ നടന്നാൽ മതി എന്നാണ് പറയണത്. കാരണം ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പബ്ബുണ്ട്, ബോട്ടിക്സ് ഉണ്ട്, അങ്ങനെ ഇല്ലാത്തൊന്നുമില്ല. പിന്നെ ചീപ്പായിട്ട് കിട്ടും, അത്യാവശ്യം ചീപ്പായിട്ട് ഫുഡ് കിട്ടും. ഐറ്റംസും എന്തെങ്കിലും സാധനം വാങ്ങിക്കാനും വലിയ കൂടുതൽ ഇല്ല എന്നാണ് പറയുന്നത്. 90കളിലൊക്കെ ഈ ബാംഗ്ലൂർ ബ്രിഗേഡ് സ്ട്രീറ്റിൽ മാത്രമേ, അല്ലെങ്കിൽ ബ്രിഗേഡ് റോഡിൽ മാത്രമേ ഇതുപോലെ ഇത്തരം ലൈറ്റ്സും ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ, മോഡേൺ ഡ്രസ്സൊക്കെ ധരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അന്ന് ഇതൊരു വലിയ ക്രേസായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ എറണാകുളവും അല്ലെങ്കിൽ കൊച്ചി, ഈവൻ ട്രിവാൻഡ്രം, എവിടെ ആയാലും ഇതുപോലൊക്കെ തന്നെ. അപ്പോൾ കാലം മാറിയപ്പോൾ ബ്രിഗേഡ് സ്ട്രീറ്റിന് അത്ര പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം. ബ്രിഗേഡ് റോഡിൽ ഇഷ്ടംപോലെ പബ്ബുണ്ട്. ആർക്ക് വേണമെങ്കിലും കയറി എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇത് ലെറ്റർ ബോക്സ് ആണ്. പഴയ കാലത്തെ ലെറ്റർ ബോക്സ് കാണാൻ പറ്റി. പിന്നെ പോകുന്നവർക്ക് ഇതേപോലത്തെ കുറേ മോണുമെൻറ്റ്സ് ഒക്കെ കാണാം. ഈ പബ്ബ് എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. കള്ളുകുടിയന്മാർ എവിടെ പോയാലും കള്ളുകുടിക്കും. ഇതൊക്കെ തുറന്നു വെച്ച കാരണം, ഇതൊരു തുറന്നു വെച്ച കാരണം ഞാൻ ഈ ഫുഡ് കഴിച്ചില്ല, അല്ലെങ്കിൽ കഴിക്കാമായിരുന്നു. പിന്നെ നമുക്ക് തിരിച്ചു വരാം കള്ളുകുടിയന്മാരിലേക്ക്. എല്ലാ സ്ഥലത്തും കള്ളുകുടിയന്മാരുണ്ട്. പബ്ബ് തുറന്നു വയ്ക്കുകയാണെങ്കിൽ ആവശ്യക്കാരെ അവിടെയും പോവുകയുള്ളൂ. ആവശ്യമില്ലാത്തവരെ കണ്ടുപോവുള്ളൂ, ഉള്ളിൽ കയറേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് റവന്യൂ കിട്ടും, ഗവൺമെൻറ് റവന്യൂ കിട്ടും. അത് ടൂറിസ്റ്റുകൾ കൂടുതൽ വരും. ഇതൊക്കെ എന്നാണ് ഇനി കേരളീയർ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് തള്ളി കയറുക എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ചിന്തനീയമായൊരു കാര്യമാണ്. അതായത് ലോകം മുഴുവൻ ഉണർന്നു. ഇവിടെ ഈ പഴയ കാര്യം പറഞ്ഞിരിക്കുകയാണ്, കള്ള് കുടിക്കാൻ പാടില്ല. കള്ള് കുടിക്കേണ്ട എന്നുള്ള സത്യമാണ്. പക്ഷെ കുടിക്കുന്നവർ അടുപ്പായാലും കുടിക്കും. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് നടത്തിക്കോട്ടെ, നമ്മൾക്ക് വേണമെങ്കിൽ നമുക്ക് പോകണ്ട, അതല്ല അതിൻ്റെ ശരി. അത് ഇനി എത്ര വർഷം കഴിഞ്ഞാൽ ഇവിടെ തല കയറുന്നത് മനസ്സിലാവില്ല. ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള ബിസിനസ്സും ഉണ്ട്. അതായത് വെങ്കല പാത്രങ്ങൾ വിൽക്കുന്ന കടകൾ ധാരാളം ഞാൻ അവിടെ കണ്ടു. 3-4 കണ്ടിട്ടുണ്ട്. പിന്നെ ബോട്ടിക്സ്, പിന്നെ റെസ്റ്റോറൻറ്റ് ഇഷ്ടം പോലെ, പബ്ബുകൾ, ഇലക്ട്രോണിക് ഐറ്റംസ്. പണ്ടൊക്കെ ഇലക്ട്രോണിക് ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ചീപ്പറായിരുന്നു. ബുക്സിൻ്റെ കട കുറേ ഉണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിലുള്ള ക്ലോത്ത്സിൻ്റെ കുറേ കടകൾ ഇവിടെ കാണാം. അങ്ങനെ പണ്ട് പോലെ ഇവിടെ ഒരു എല്ലാം കൂടെ കൂടി ചേർന്ന ഹബ്ബാണ്. ആൾക്കാരെല്ലാവരും വന്ന സ്ഥലമാണ്. കാരണം ചീപ്പറായിട്ട് അധികം എക്സ്പെൻസ് അല്ലാണ്ട് ബാംഗ്ലൂരിൽ കിട്ടാം. ചർച്ച് സ്ട്രീറ്റ്, റെസിഡൻസി സ്ട്രീറ്റ്, MG റോഡ് ഇതൊക്കെ അടുത്താണ്. MG റോഡ് മെട്രോയിൻ്റെ അടുത്താണ്. പിന്നെ ഈ പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ ഒരു സംഭവം കണ്ടായിരുന്നു. എന്തെങ്കിലും എല്ലാ സ്ഥലത്തും ബാംഗ്ലൂരിൽ ഒരു അലാറം പോലെ സാധനം വയ്ക്കട്ടെ, എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ അവിടെ പോയി അമർത്തി കഴിഞ്ഞാൽ പോലീസ് പെട്ടെന്നെത്തും. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് ലൈറ്റിംഗ് സിസ്റ്റവും കൊള്ളാം. അതിനെ കൂടിയാണ് ഫേമസ് ആയിക്കണേ. ഒരു കുറച്ച് ഏരിയ ഉള്ളൂ ഈ ബ്രിഗേഡ് റോഡ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം കഴിച്ചു. പിന്നെ തിരിച്ചു പോരുമ്പോൾ ഒരു ചെറിയൊരു പള്ളിയിലൊരു പെരുന്നാളിൻ്റെ തുടക്കമാണ്. അപ്പോൾ അതും ഒന്ന് പോയി കണ്ടു. അവിടെ രൂപമൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ട് ബാംഗ്ലൂർ ഏതാണ്ട് ഞങ്ങൾ വന്നിട്ട് ഒരു ദിവസം കൂടെ കാണാൻ പറ്റിയതൊക്കെ കണ്ടു എന്ന ചാരത്തോടെ ഞങ്ങളുടെ റൂമിലേക്ക് മടങ്ങാൻ പോവുകയാണ്. ഇതാണ് ആ രൂപം, നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയിട്ട് ഒരു വലിയ ബീറും ഒരു ചെറിയ ബീറും കഴിച്ചു. പിന്നെ പാതിരാത്രി ഞങ്ങൾ കമ്പഗൗഡെ എയർപോർട്ടിലേക്ക് പോയി. അവിടെ കുറേ വെയിറ്റ് ചെയ്ത് ഏകദേശം രാവിലെ ആയപ്പോൾ അക്കാസ എയർലൈൻസ് എത്തി. ഞങ്ങൾ പ്ലെയിനിലേക്ക് കയറുകയാണ്. പ്ലെയിനിൻ്റെ ഉള്ളിൽ നിന്നുള്ള നമ്മുടെ കേരളത്താറായപ്പോഴുള്ള കാഴ്ചയാണ് കാണുന്നത്. ഈ കാഴ്ച അതിമനോഹരമാണ്. രാവിലത്തെ കാഴ്ചകളാണ് ശരിക്കും പ്ലെയിനിൽ പോയി കാണേണ്ടത്. രാത്രിയേക്കാളും ഭംഗി രാവിലെ പോകുമ്പോഴായിരിക്കും. പ്രത്യേകിച്ച് ഹിമാലയം ഭാഗത്തേക്ക് പോയി ഞാൻ പറയാൻ വേണ്ട. ഇതിപ്പോൾ നമ്മൾ മേഘം മാത്രമേ കാണുന്നുള്ളൂ. മറ്റേ ഹിമാലയം കൂടി കാണാമായിരുന്നു. തിരിച്ച് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിലെത്തി.